ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റെസിപ്പിയിൽ കേരള ലഞ്ച് മെനു അല്ല, ഇരുമ്പം പുളിയുടെ ഒരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കുറച്ച് പഴയ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലൊരു ഇരുമ്പം പുളിയുടെ മരമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിറയെ ഇരുമ്പം പുളി ഉണ്ടായിട്ടുണ്ട്. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അമ്മ പറഞ്ഞു അച്ചാറിടാം. അച്ചാറിൻ്റെ റെസിപ്പി എന്നെ എൻ്റെ ചാനലിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇരുമ്പം പുളിയുടെ അച്ചാറിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ അതിൽ നമുക്ക് കുറച്ച് നല്ലെണ്ണ നല്ലോണം ചൂടാക്കിയെടുക്കണം. അപ്പോൾ നല്ലെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷെ നല്ലെണ്ണയുടെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലെണ്ണ നന്നായി ചൂടായി കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ ഒന്നും ആവേണ്ട കാര്യമില്ല. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എണ്ണ നല്ലോണം ഒഴിക്കാൻ മറക്കരുത്. എന്താ വെച്ചാൽ ഇത് അച്ചാറാണല്ലോ നമ്മൾ ഉണ്ടാക്കണം, അപ്പോൾ എണ്ണയുടെ അളവ് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ഇരുമ്പം പുളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് നേരം ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇരുമ്പം പുളി നമുക്ക് ഇനി ഈ വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കഷ്ണമായിട്ടാണ് ഞാൻ കട്ട് എടുത്തിരിക്കുന്നത്. റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇരുമ്പം പുളി കട്ട് ചെയ്ത പോലെയാണ്. ഇനി ഇതിലേക്ക് ഇരുമ്പം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇരുമ്പം പുളി നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കിതിങ്ങനെ വാട്ടിയെടുക്കണം. അപ്പോൾ ചെറിയ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇരുമ്പം പുളി ഇങ്ങനെ നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് അതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഇരുമ്പം പുളി കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് പൊടികൾ ചൂടാക്കി എടുക്കാം. അപ്പോൾ മുളക് പൊടി, കശ്മീരി മുളക് പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ഞാനൊരു പാനിലെടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഡ്രൈ ആയിട്ടൊന്ന് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം. മുളക് പൊടി ഒന്ന് ചൂടാവണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മെല്ലെ നമുക്കിതൊന്ന് ചൂടാവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പൊടി നമുക്ക് ഈ ഇരുമ്പം പുളി വെന്തയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പൊടികൾ ഇരുമ്പം പുളിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, ഗ്യാസ് ഓഫ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇരുമ്പം പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.